നമുക്ക് പറയാം, എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത വിടുതലുകളെ തരാൻ ദൈവത്തിന് കഴിയും. വരുന്നത് മനുഷ്യനെ ദൈവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ നിലവിൽ ഇല്ലാത്തതിനെയാണ് ദൈവം എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്, ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ടൈം ദൈവം ആ പ്രവൃത്തി ചെയ്യാൻ പോകുകയാണ്, ഒരു മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞാൽ, അതിന് കാണാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു കാര്യത്തെ ദൈവം കാഴ്ചയിൽ കാണുമാറ് അതിനെ ഉണ്ടാക്കാൻ തുടങ്ങി. ഒന്നും കാണാനില്ലായിരുന്നു. നിലത്തെ പൊടിയെടുത്ത് ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ ഉണ്ടാക്കി, രൂപസാദൃശ്യം കൊടുത്തു. ജീവനില്ല എന്ന് കണ്ട ആ മനുഷ്യന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി അവന് ചലിക്കുവാൻ തുടങ്ങി. ഇല്ലാത്തൊരു കാര്യത്തെ, കാണാത്തൊരു കാര്യത്തെ, പ്ലാൻ ചെയ്ത കാര്യത്തെ, ദൈവം തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ച കാര്യത്തെ മനുഷ്യന് കാണത്തക്ക നിലകളിൽ, അല്ലെങ്കിൽ അത് കാണത്തക്ക നിലകളിൽ അതിനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്ത്. അതാണ് സൃഷ്ടിക്കുന്ന ദൈവം. സൃഷ്ടിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്ന ദൈവം. നമുക്ക് പറയാം, എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത വിടുതലുകളെ തരാൻ ദൈവത്തിന് കഴിയും. പറഞ്ഞാട്ട്, ഞാൻ കണ്ടിട്ടില്ലാത്തത്, എൻ്റെ വിടുതൽ, എൻ്റെ സൗഖ്യം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ദൃശ്യരൂപത്തിൽ അത് നൽകി തരാൻ ദൈവത്തിന് കഴിയും. അതാ സൃഷ്ടാവാം ദൈവം, സൃഷ്ടിക്കുന്ന ദൈവം, സൃഷ്ടാവാം ദൈവം. ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, സൗഖ്യം നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ സൗഖ്യത്തെ ദൈവം മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരത്തക്ക നിലകളിൽ, അത് കാണത്തക്ക നിലകളിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. എത്ര വലിയ ദൈവമാണ്, എത്ര വലിയ ദൈവമാണ്. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ദൈവത്തിന് ആരുടെയും സഹായം വേണ്ട, ഒരു മെഡിക്കൽ സയൻസിൻ്റെയും സപ്പോർട്ട് വേണ്ട, ഒരു ഡോക്ടറുടെയും സപ്പോർട്ട് വേണ്ട. ദൈവത്തിൻ്റെ ഒരു രോഗത്തിൻ്റെ മേൽ സൗഖ്യം നൽകണോ? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ദൈവത്തിന് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചാൽ അത് ദൃശ്യരൂപത്തിൽ കൊണ്ടുവരാൻ സർവശക്തന് സാധ്യമാണ്. സൃഷ്ടിക്കുന്ന ദൈവം,